ഹലോ ഫ്രണ്ട്സ്, കഴിഞ്ഞ മൊഡ്യൂളിൽ നമ്മൾ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ, ഒരു ട്രാൻസിസ്റ്ററിനെ നമ്മൾ എങ്ങനെ ആംപ്ലിഫയറാക്കി മാറ്റാൻ പറ്റും, അതിന് വേണ്ടത്ര കാര്യങ്ങൾ എന്തൊക്കെയാണ് കൊടുക്കേണ്ടത്, അതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത്, ഈ വക ഡീറ്റെയിൽസിനെ കുറിച്ച് വളരെ ബ്രീഫായിട്ട് പറഞ്ഞു. ഒരു ട്രാൻസിസ്റ്ററിന് ആവശ്യമുള്ള പൊളാരിറ്റികൾ, അതിൻ്റെ 3 കാലുകളിലേക്ക് എമിറ്റർ ജംഗ്ഷൻ, എമിറ്റർ ലീഡ്, ബേസ്, കളക്ടർ, ഇവിടേക്ക് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുക്കുന്നു. അതിനാവശ്യമുള്ള പൊളാരിറ്റികൾ കൊടുക്കുന്നു. അതിനാവശ്യമുള്ള സീറോ സിഗ്നൽ കളക്ടർ കറണ്ട് ഡെവലപ്പ് ചെയ്യിപ്പിക്കുന്നു. മിനിമം പ്രോപ്പർ ബേസ് എമിറ്റർ വോൾട്ടേജ്, മിനിമം പ്രോപ്പർ കളക്ടർ എമിറ്റർ വോൾട്ടേജ്, ഈ വക ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് പഠിച്ചു. ആ പഠനത്തിനെയാണ് നമ്മൾ കഴിഞ്ഞ മൊഡ്യൂളിൽ ട്രാൻസിസ്റ്റർ ബയാസിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ പഠിച്ചത്. എങ്ങനെ നമുക്ക് ബയാസിംഗ് നടത്താൻ സാധിക്കും. 3 മെത്തേഡുകളാണ്. ഫ്ലാഷ് ബാക്ക് പോലെ ഞാൻ പറഞ്ഞുതരാണ്. ഒന്ന് ഫീഡ്ബാക്ക് റെസിസ്റ്റർ മെത്തേഡ്സ്, അതിൽ ഫീഡ്ബാക്ക് കൊടുത്തിട്ട് കളക്ടർ ഫീഡ്ബാക്ക് റെസിസ്റ്റർ. വേറൊന്ന് ബേസ് റെസിസ്റ്റർ മെത്തേഡ്സ്. ഈ രണ്ടിൻ്റെയും പോരായ്മകൾ നമ്മൾ കോമ്പൻസേറ്റ് ചെയ്ത് ഏറ്റവും നല്ല മെത്തേഡ് എന്ന നിലയിൽ പൊട്ടൻഷ്യൽ ഡിവൈഡർ ബയാസിംഗ് അല്ലെങ്കിൽ വോൾട്ടേജ് ഡിവൈഡർ ബയാസിംഗ് മെത്തേഡാണ് നമ്മൾ ലാസ്റ്റ് അഡോപ്റ്റ് ചെയ്തത്. വോൾട്ടേജ് ഡിവൈഡ് ചെയ്ത് അതിൻ്റെ ബേസിലേക്കോ എമിറ്ററിലേക്കോ കളക്ടറിലേക്കോ കൊടുക്കുന്നു. അങ്ങനെ കൊടുക്കുന്ന ഒരു ബയാസിംഗ് നടത്തി ആ ട്രാൻസിസ്റ്ററിനെ നമുക്ക് എങ്ങനെ ആംപ്ലിഫയറാക്കി മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ് കഴിഞ്ഞതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ ഒരു ട്രാൻസിസ്റ്ററും അതിനാവശ്യമുള്ള ഓക്സിലറി കമ്പോണൻസും ചേർത്ത് നമ്മളൊരു സെറ്റപ്പ് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനെയാണ് ഒരു ആംപ്ലിഫയർ എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്തത്. എന്ത് ആംപ്ലിഫയർ? സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ, സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. അതിനാവശ്യമുള്ള എല്ലാ കമ്പോണൻസും നമ്മൾ കൃത്യമായിട്ട് റെപ്രസെൻ്റ് ചെയ്തു. ഇവിടെ പ്ലസ് VCC കൊടുക്കുന്നു, ഇവിടെ ഗ്രൗണ്ട് ചെയ്യുന്നു, ഇവിടെ നമ്മളൊരു കപ്പാസിറ്റർ ഉപയോഗിച്ച് ഔട്ട്പുട്ട് എടുക്കാനായിട്ട് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇവിടെ CE, RE, RC, R1, R2, ഇവിടെ C, ഹിയർ Cin. ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിൻ്റെ ഓക്സിലറി കമ്പോണൻസ് ആണ് നമ്മൾ ചേർത്തത്. മെയിൻ പാർട്ട്, പ്രധാന നടൻ ഇതിൽ ട്രാൻസിസ്റ്ററാണ്. എന്ത് ട്രാൻസിസ്റ്റർ ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്? NPN ട്രാൻസിസ്റ്റർ. ആരോ മാർക്ക് നോക്കി അറിയാൻ പറ്റും. NPN ട്രാൻസിസ്റ്റർ. ആ NPN ട്രാൻസിസ്റ്ററിന് ബയാസിങ് കൊടുക്കാൻ വേണ്ടി, വോൾട്ടേജ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്ത 2 റെസിസ്റ്റേഴ്സാണ് R1 ഉം R2 ഉം. ഇൻ അഡീഷൻ ടു R1 ആൻഡ് R2 RC ഇവിടെ ഉണ്ട്, RE ഉണ്ട്. ഇത്രയും റെസിസ്റ്റേഴ്സ് കൃത്യമായിട്ട് കണക്ട് ചെയ്തു. ഈ കണക്ഷൻ എല്ലാം നടത്തി കൃത്യമായിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇഫ് ഐ സപ്ലൈ എ സിഗ്നൽ, ഈ സിഗ്നലിന് ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് കൊടുത്ത് ആ ട്രാൻസിസ്റ്ററിൻ്റെ കളക്ടറിൽ നിന്ന് ഔട്ട്പുട്ട് എടുക്കണം. അതെടുക്കുന്ന സമയത്ത് ഇതിൻ്റെ 3 കപ്പാസിറ്റേഴ്സ് നമ്മൾ വെറുതെ അലങ്കാരത്തിൽ വെച്ചിരിക്കുന്നതല്ല. 3 കപ്പാസിറ്റേഴ്സും അതിൻ്റേതായിട്ടുള്ള അപ്ലിക്കേഷൻസ് കൊടുത്തു. ഒന്ന് ഇൻപുട്ട് കപ്പാസിറ്റർ എന്ന നിലയിൽ Cin എന്ന് എഴുതി. എന്താണ് ഇൻപുട്ട് കപ്പാസിറ്ററിൻ്റെ റോള്? ഇവിടെ വരുന്ന സിഗ്നൽ കൃത്യമായിട്ട് ഇതിൽ പാസ് ചെയ്യുകയും അറ്റ് ദ സെയിം ടൈം ഇവിടെയുള്ള DC ഇങ്ങോട്ട് പാസ് ചെയ്യാത്ത അവസ്ഥയിലും വരണം. DCയെ ഇങ്ങോട്ട് സിഗ്നലിലേക്ക് ലീക്ക് ചെയ്ത് വരാൻ പാടില്ല, പക്ഷേ ഇത് അങ്ങോട്ട് പാസ് ചെയ്യണം. ഏത്? സിഗ്നൽ ബേസിലേക്ക് പാസ് ചെയ്യണം, പക്ഷെ ബേസിൽ കൊടുത്ത DC ബയാസിങ് ഇങ്ങോട്ട് കൺസിഡർ ചെയ്യാൻ, ഇങ്ങോട്ട് പാസ് ചെയ്യാൻ പാടില്ല. ഓർ ജസ്റ്റ് ബ്ലോക്ക് ദ DC ടു ദ സിഗ്നൽ, ഓർ യു ഐസൊലേറ്റ് ദിസ് പാർട്ട്. ദ സിഗ്നൽ ഈസ് ഐസൊലേറ്റഡ്. അപ്പോൾ സിഗ്നൽ ഈസി ആയിട്ട് കടത്തിവിടും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് കപ്പാസിറ്ററിൻ്റെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ AC-യെ ഈസി ആയിട്ട് കടത്തിവിടുകയും DC-യെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്നു. AC-യെ ഈസി ആയിട്ട് കടത്തിവിടുകയും DC-യെ ബ്ലോക്ക് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഡിവൈസാണ് കപ്പാസിറ്റർ. അപ്പോൾ ആ കപ്പാസിറ്റർ കൃത്യമായിട്ട് ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെയോ? ഇവിടെ നമ്മൾ കണക്ട് ചെയ്തത് കപ്ലിംഗ് കപ്പാസിറ്റർ എന്നാണ് പറയുന്നത്. കപ്ലിംഗ് ഇവിടേക്ക് അടുത്ത പാർട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു, കപ്പിൾ ചെയ്യുന്നു. അടുത്ത പാർട്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും കൊടുത്തിട്ടില്ല, ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുള്ളൂ. അത് നേരെ ഏതെങ്കിലും ഒരു ലോഡ് റെസിസ്റ്റൻസിലേക്കാവാം. എന്ത് ലോഡ് റെസിസ്റ്റൻസ്? RL എന്ന് പറയുന്ന ലോഡ് റെസിസ്റ്റൻസിലേക്ക് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്ത് നമുക്ക് അവിടുന്ന് ഔട്ട്പുട്ട് എടുക്കുകയാണെന്ന് വിചാരിക്കുമോ? ആ ഔട്ട്പുട്ടിൻ്റെ ആംപ്ലിഫിക്കേഷനോ മറ്റു കാര്യങ്ങളോ നമുക്ക് ആവശ്യമുള്ള സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഓക്കെ. അതർവൈസ് ഈ ആംപ്ലിഫൈഡ് സിഗ്നലിന് അടുത്തൊരു ട്രാൻസിസ്റ്ററിൻ്റെ
ബേസിലേക്ക് കൊടുത്ത് ഇൻപുട്ടിലേക്ക് കൊടുത്ത് അവിടെ നിന്ന് ഔട്ട്പുട്ട് എടുക്കണം, എങ്കിലേ ഇതിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടുള്ളൂ. നോർമലി ഒരു ട്രാൻസിസ്റ്ററും അതിൻ്റെ ഈ ഉത്സാഹ കമ്മിറ്റും മാത്രമായതുകൊണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള ആംപ്ലിഫിക്കേഷൻ കിട്ടില്ല. പകരം അതിനെ വീണ്ടും അടുത്ത സ്റ്റേജിൻ്റെ ഒരു അടുത്ത ട്രാൻസിസ്റ്ററും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് ദ നെക്സ്റ്റ് സ്റ്റേജ് അതിലേക്ക് കൊടുത്തു. അതിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് തേർഡ് സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു. ഇങ്ങനെ ഒരു മല പോലെ നമുക്ക് ഇഷ്ടം പോലെ ട്രാൻസിസ്റ്ററും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസും ചേർത്തുണ്ടാകാം. അങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ പറയുന്നത് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്നാണ്. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പോൾ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറഞ്ഞാൽ ഒരു ട്രാൻസിസ്റ്ററും ആ ട്രാൻസിസ്റ്ററിന് ആവശ്യമുള്ള ഓക്സിലറി കമ്പോണൻസ് R1 R2 RC RE Cin CC CE. You know the meaning of CE? എമിറ്റർ, ബൈപാസ് കപ്പാസിറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ. ഇത്രയും വെച്ച് നമ്മൾ ഇതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് നല്ലൊരു ആംപ്ലിഫയറായിട്ട് എടുക്കാം. ആ ആംപ്ലിഫയറിനെ കുറിച്ചുള്ള എല്ലാ വേറെബൌട്ട്സും പഠിച്ചാൽ പിന്നെ നമുക്കവിടെ കണക്ട് ചെയ്ത് കൊടുത്താൽ മതി. ഈസി ആയിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള പഠനം ഞാൻ ജസ്റ്റ് കഴിഞ്ഞ മൊഡ്യൂളിൽ നിർത്തിയത് ഈ സർക്യൂട്ട് വെച്ചിട്ടാണ്. ഈ സർക്യൂട്ടിൽ നമുക്ക് അറിയേണ്ട കുറേ കാര്യങ്ങൾ ഇതിൻ്റെ അനാലിസിസാണ്. ഈ കപ്പാസിറ്ററുകളൊക്കെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉപയോഗങ്ങൾ, അതിനെ ബേസ് ചെയ്ത് ഇതിൽ വരാൻ സാധ്യതയുള്ള വേരിയേഷൻസ്, ഒരു സിഗ്നൽ കൊടുത്താൽ എന്ത് സംഭവിക്കുന്നു. നമ്മൾ ഇതുവരെ സിഗ്നൽ കൊടുക്കുന്നതിനെ പറ്റിയല്ല ചിന്തിച്ച്, ഇതിന് ബയാസിങ് കൊടുത്ത് DC കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്ത് നിർത്തുന്ന കാര്യം പറഞ്ഞു. ഇനി ഞാൻ പറയുന്നു, നമുക്കാവശ്യമുള്ളൊരു സിഗ്നൽ കൊടുക്കുന്നു, ആ സിഗ്നലിനെ ആംപ്ലിഫൈ ചെയ്ത് കിട്ടണം. അതിൻ്റെ അനാലിസിസാണ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഈ മൊഡ്യൂളിൽ ഞാൻ കൊണ്ടുവരുന്നത്. ഒന്ന്, ഇതിനെ ബേസ് ചെയ്തുള്ള ഇക്വിവലൻറ്റ് സർക്യൂട്ട്സ്, DC ആൻഡ് AC ഇക്വിവലൻറ്റ് സർക്യൂട്ട്സ്. ഇക്വിവലൻറ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞാൽ DC കണ്ടീഷൻസ് മാത്രം നമ്മൾ ഉപയോഗിക്കുന്നു, അതിനെപ്പറ്റിയുള്ള ചിന്തകൾ മാത്രമാക്കി മാറ്റുന്നു. ഒന്ന്. രണ്ടാമത്തെയോ, AC പാർട്ട് മാത്രം നമ്മൾ ചിന്തിക്കുന്നു. AC ഇതിൻ്റെ ഉള്ളിലൂടെ, AC മീൻസ് ദ സിഗ്നൽ, ആ സിഗ്നൽ പാസ് ചെയ്താൽ എന്ത് സംഭവിക്കുന്നു. ഫസ്റ്റ് കേസ് DC കണ്ടീഷൻസ് മാത്രമായിട്ട് എടുത്താൽ അതിനെ ബേസ് ചെയ്ത് ഈ സർക്യൂട്ടിന്, ഈ ആംപ്ലിഫയറിന് നമുക്ക് റീഡ്രോ നടത്താം, മാറ്റി ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വെച്ച് റീഡിസൈൻ ചെയ്ത് വയ്ക്കാം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ DC ഇക്വിവലൻറ്റ് സർക്യൂട്ട് എടുക്കണം. അപ്പോൾ ആ സിറ്റുവേഷനിൽ നമ്മൾ ചെയ്യുന്നു, ഇതിൽ AC സോഴ്സുകൾ എവിടെയൊക്കെയുണ്ടോ AC സോഴ്സുകളെല്ലാം ഞാൻ ഷോർട്ടൺ ചെയ്ത് 0 ആക്കി മാറ്റുന്നു. ക്ലോസ് ഓൾ ദ ഓർ റിമൂവ് ഓൾ ദ AC സോഴ്സസ്. രണ്ട്, എവിടെയൊക്കെ കപ്പാസിറ്റേഴ്സ് ഉണ്ടോ ആ കപ്പാസിറ്റേഴ്സിനെ എല്ലാം ഓപ്പൺ ചെയ്യുന്നു. കപ്പാസിറ്റേഴ്സ് എല്ലാം ഓപ്പൺ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ സർക്യൂട്ടിൽ എന്ത് വ്യത്യാസം വരും നോക്കിയാൽ, DC അങ്ങനെ തന്നെ നിർത്തി, ACയെ ഇവിടെ ഇല്ല, AC സോഴ്സ് ഇല്ല. കപ്പാസിറ്റർ ഓപ്പൺ ചെയ്താൽ കപ്പാസിറ്റർ വരയ്ക്കണം, പിന്നെ ഇത്രയേ ഉള്ളൂ. ഈ 3 കപ്പാസിറ്ററും ചിത്രത്തിൽ നിന്ന് പോയി, സോഴ്സും പോയി. ദിസ് സർക്യൂട്ട് ഈസ് ദ DC ഇക്വിവലൻറ്റ് സർക്യൂട്ട്. DC ഇക്വിവലൻറ്റ് സർക്യൂട്ട്. നമുക്ക് ആ DC ഇക്വിവലൻറ്റ് സർക്യൂട്ടിൽ നിന്ന് VCE ആയിട്ട് കണക്ട് ചെയ്ത് നമ്മൾ ഇക്വേഷൻ കൊണ്ടുവരാം. ആസ് ഇൻ ദ കേസ് ഓഫ് DC ലോഡ് ലൈൻ, നമ്മൾ ഈ കിർച്ചോഫ്സ് ലോ ഔട്ട്പുട്ട് സെക്ഷനിൽ മാർക്ക് ചെയ്തു. ഔട്ട്പുട്ട് സെക്ഷനിലാണെങ്കിൽ ഹിയർ ദ കറണ്ട് ഈസ് IC, ഹിയർ ദ കറണ്ട് ഈസ് ലെറ്റ് ഇറ്റ് ബി IE. Therefore VCC equal to IC into RC plus VCE plus IE into RE. Applying Kirchhoff's law, voltage law to the right side of this one. ഈ പാർട്ടിൽ ഞാൻ സോഴ്സ് ആയിട്ട് വരുന്നു. പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഹിയർ ദ പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഈസ് ഇൻ ബിറ്റ്വീൻ ദ കളക്ടർ ആൻഡ് എമിറ്റർ. നമ്മൾ കൃത്യമായിട്ട് നമ്മൾ നോട്ട് ചെയ്തു. ഫോർ ദിസ് നമുക്ക് VCയുടെ വാല്യൂ നോട്ട് ചെയ്യാം. ഈ VCയുടെ വാല്യൂ നോട്ട് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇതിനെ നമുക്കൊന്ന് അപ്രോക്സിമേറ്റ് ചെയ്താൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നുള്ള കണ്ടീഷനിലാണെങ്കിൽ കളക്ടർ കറൻറ്റും എമിറ്റർ കറൻറ്റും അപ്രോക്സിമേറ്റ്ലി ദേ ആർ ദ സെയിം. എന്താ ഡിഫറൻസ്? ഒരു ബേസ് കറൻറ്റിൻ്റെ കുറവ് മാത്രമല്ലേ ഉണ്ടാവുള്ളൂ. അപ്പോൾ എനിക്ക് IC എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ ഫോർമുല ഒന്ന് മോഡിഫൈ ചെയ്താൽ VCE പ്ലസ് IC ഇൻറ്റു RC പ്ലസ് RE എന്ന് എഴുതാം.
or VCE equal to VCC minus IC into RC plus RE. ഇത് കഴിഞ്ഞ ലോഡ് ലൈനിൽ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കാരണം വി സിയും ഐ സിയും തമ്മിലുള്ള റിലേഷനാണ് y ഈക്വൽ ടു എം എക്സ് പ്ലസ് സി. ആ സ്ട്രേറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഇക്വലൻ്റ് ആണ്. അങ്ങനെ ഇക്വലൻ്റ് ആണെങ്കിൽ ഡി സി ലോഡ് ലൈൻ നമുക്ക് ഇതുപോലെ നോട്ട് ചെയ്യാം. എന്താ ലോഡ് ലൈൻ വന്നത്? ഓൺ ദി എക്സ് ആക്സിസ് വി സി ഇ, ഓൺ ദ വൈ ആക്സിസ് ഐ സി. ഇവിടെ നമ്മൾ മാക്സിമം വാല്യൂ വി സി സി എടുത്തു. വെൻ ഐ സി ഈക്വൽ ടു 0, വി സി ഈക്വൽ ടു വി സി സി. വെൻ വി സി ഈക്വൽ ടു 0, ഹിയർ ഇറ്റ് വിൽ ബി വി സി ഈക്വൽ ടു 0. ഐ സിയുടെ വാല്യൂ വന്നു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഈക്വൽ ടു വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇ. അപ്പം ലോഡ് ലൈനിൽ എയും ബിയും ഇതുപോലെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇതാണ് ദ ഡി സി ലോഡ് ലൈൻ വി സ്റ്റഡീഡ് ഇൻ ദ പ്രീവിയസ് മൊഡ്യൂൾ. പക്ഷെ ചെറിയൊരു ചേഞ്ച്. അവിടെ നമ്മൾ നോക്കിയത് വി സി സി ബൈ ആർ സി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ ഡിനോമിനേറ്ററിൽ ആർ സിക്ക് പകരം എന്തുണ്ട്? ആർ സി പ്ലസ് ആർ ഇ. കാരണം നമ്മളിവിടെ കണക്ട് ചെയ്തപ്പോൾ പഴയ സർക്യൂട്ടിൽ ആർ ഇ എന്ന് പറയുന്ന എമിറ്റർ റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ എമിറ്റർ റെസിസ്റ്റൻസ് നമ്മൾ കണക്ട് ചെയ്തു. ദാറ്റ് മീൻസ് ഇൻ അഡീഷൻ ടു ദിസ് വൺ ദർ ഈസ് ആർ ഇ ഓൾസോ, വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇ. അപ്പോൾ ഇൻ ദിസ് കേസ് ഫോർ ദ സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ദ ഡി സി ലോഡ് ലൈൻ ഷുഡ് ബി ലൈക്ക് ദിസ്, ഓർ their end points will be VCC and instead of VCC by RC it is VCC by RC plus RE. ഇതാണ് നമുക്ക് ഒരു ഡി സി അനാലിസിസ് പോലെ ഇതിൻ്റെ ഡി സി കണ്ടീഷൻസ് മാത്രം നമ്മൾ സ്റ്റഡി ചെയ്താൽ നമുക്ക് കിട്ടുന്ന അനാലിസിസ് ദ ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ട് ആൻഡ് ദ ഡി സി ലോഡ് ലൈൻ. നെക്സ്റ്റ് ലെറ്റ് us think about the AC equivalent circuit. AC equivalent circuit എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞതിന് നേരെ ഉൾട്ടടിച്ചാൽ പോരെ. എന്താ? ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ടിൽ എ സി 0 ആക്കി മാറ്റി. എ സി ഇക്വലൻറ്റ് സർക്യൂട്ട് ആണെങ്കിലോ ഡി സിയുടെ വാല്യൂ കംപ്ലീറ്റ് 0. നോ ഡി സി സോഴ്സസ്. വി ആർ നോട്ട് കൺസിഡറിങ് ദ ഡി സി സോഴ്സസ്. കപ്പാസിറ്റേഴ്സിനെ നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇവിടെ ഓപ്പൺ ചെയ്യല്ലേ ചെയ്തത്, ഇത് ഷോർട്ടൺ ചെയ്യാം. കപ്പാസിറ്റേഴ്സ് എല്ലാം ഷോർട്ടൺ ചെയ്യുന്നു. എല്ലാ കപ്പാസിറ്റേഴ്സും ഷോർട്ടൺ ചെയ്തൊന്ന് ചിത്രം നോക്കി, പഴയ ചിത്രത്തിൽ കേട്ടോ. ഇവിടെയാണെങ്കിൽ ഒരു കപ്പാസിറ്റർ ഇവിടെ ഉണ്ടായിരുന്നു, ഇങ്ങനെയാണ് സിഗ്നൽ വന്നത്. ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു, ഇവിടെ ഒരു കപ്പാസിറ്റർ ഉണ്ടായിരുന്നു. ഇതാണ് കോമൺ സിംഗിൾ സ്റ്റേജ് കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. ഹിയർ ഓൾ ദ ഡി സി സോഴ്സസ് ആർ made 0 or they shorten, no sources are there. ഒരു സോഴ്സും ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഡി സി രണ്ടും കൂടി ഒരുമിച്ചാക്കിയാൽ ഈ നെഗറ്റീവും ഈ പോസിറ്റീവും എന്നും പറയുന്നതിന് പ്രസക്തി ഉണ്ടോ? കാരണം ഡി സി സോഴ്സ് ഇല്ല. അപ്പോൾ ഇതും ഒരേ പോയിന്റ്. ഇവിടെ കപ്പാസിറ്ററിനെ ഷോർട്ടൺ ചെയ്തു എന്ന് പറഞ്ഞാൽ നേരെ ഒരു കമ്പി ഉപയോഗിച്ച് കണക്ട് ചെയ്തതിന് തുല്യമാണ്. അവിടെ ഒന്നുമില്ല. പിന്നെ ഈ ആറിക്ക് എന്താ വിലയുള്ള റെസിസ്റ്റൻസ്? അവിടെ ഒന്നുമില്ലെങ്കിൽ റെസിസ്റ്റൻസ് ഇല്ലാത്ത പാത്തി കൂടെയല്ലേ കറണ്ട് പാസ് ചെയ്യുള്ളൂ. അപ്പോൾ ആറി ഇല്ലാത്തതിന് തുല്യേ, ഇവിടെയും കപ്പാസിറ്റർ ഇല്ലാത്തതിന് തുല്യേ, ഇവിടെയും കപ്പാസിറ്റർ ഇല്ലാത്തതിന് തുല്യേ. അപ്പോൾ ഞാൻ ആ സർക്യൂട്ട് ഒന്ന് മാറ്റി വരയ്ക്കുകയാണ്. എങ്ങനെ? എമിറ്ററിൽ ഒന്നുമില്ല. ഇവിടെ R1-ൻ്റെയും R2-ൻ്റെയും എൻഡുകൾ ഇവിടേക്ക് തന്നെയാണ് വന്നത്. R1-ഉം R2-ഉം ഒരേ പോയിന്റിലേക്ക്. ഇവിടെ നിന്നാണ് സിഗ്നൽ വന്നിരിക്കുന്നത്. R1 R2, അത് കഴിഞ്ഞ് അതിൻ്റെ ഇപ്പുറത്ത് സിഗ്നൽ. ഓക്കെ, ലെഫ്റ്റ് സൈഡ് എങ്ങനെ? റൈറ്റ് സൈഡിൽ കളക്ടറിലുള്ള RC, ആ RC ഇവിടെ വന്നു. ഇത്രേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ ഇവിടെ RL കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഷോർട്ടൺ ചെയ്ത RL ഇങ്ങനെ വന്നിട്ടുണ്ടോ? അപ്പോൾ ഔട്ട്പുട്ടും കൂടി കാണിക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ടിലുള്ള ലോഡ് റെസിസ്റ്റൻസും കൂടി കാണിക്കുകയാണെങ്കിൽ സർക്യൂട്ട് എനിക്ക് ഇതുപോലെ മാറ്റി വരയ്ക്കാം.
On the left side, on the base side, two resistors which are in parallel. On the other side, RC and RL. You can call this as the AC equivalent circuit. AC equivalent circuit. അപ്പോൾ ഡി സി ഇക്വലൻറ്റ് സർക്യൂട്ട് ഈ വിധത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്തു. എ സി ഇക്വലൻറ്റ് സർക്യൂട്ടിനുള്ള കണ്ടീഷൻ, ദ ഡി സി സോഴ്സസ് മെയ്ഡ് സീറോസ്, all the capacitors are shortened. For the DC equivalent circuit, all the AC sources are made to zero, all the capacitors are open. എല്ലാ കപ്പാസിറ്റേഴ്സും. ഈ രണ്ട് കണ്ടീഷൻ നമ്മൾ ഒന്ന് ചിന്തിച്ചാൽ യു ക്യാൻ ജസ്റ്റ് റീഡ്രോ ദ സർക്യൂട്ട്സ്. എങ്ങനെ? ഇത് രണ്ടും കൂടി പാസ് ചെയ്യുന്ന ഒരു സർക്യൂട്ടിന് ഏതെങ്കിലും ഒരു പാർട്ട് മാത്രമായിട്ട് പാസ് ചെയ്യുന്ന സർക്യൂട്ട്, ഒന്നുകിൽ ഡി സി മാത്രം പാസ് ചെയ്യുന്നത്, അതല്ലെങ്കിൽ എ സി മാത്രം പാസ് ചെയ്യുന്നത്, ഇതുപോലെ റീഡ്രോ ചെയ്ത ദിസ് ഈസ് കോൾഡ് ദ എ സി ഇക്വലൻറ്റ് സർക്യൂട്ട്. അങ്ങനെ ഒരു എ സി ഇക്വലൻറ്റ് സർക്യൂട്ട് ഉണ്ടെങ്കിൽ നമുക്ക് അതുപയോഗിച്ച് ലോഡ് ലൈനോ മറ്റുള്ള കാര്യങ്ങളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കാം. ഇതിൻ്റെ ലോഡ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഞാൻ ഏതോ ഒരു മോഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ട്, ഇഫക്റ്റീവ് കളക്ടർ ലോഡ് എന്ന് പറഞ്ഞ. ഇഫക്റ്റീവ് കളക്ടർ ലോഡ് RAC. വാട്ട് ഡസ് ഇറ്റ് മീൻ? ഈ RCയും ഇവിടെ കണക്ട് ചെയ്യാൻ പോകുന്ന ലോഡും പാരലൽ കോമ്പിനേഷൻ ഇക്വിവലൻ്റ് ആണ്. കാരണം നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ ഞാൻ വരച്ചപ്പോൾ കൃത്യമായിട്ട് കിട്ടി. ഫോർ ദ AC കണ്ടീഷൻ they will be parallel, or RAC equal to RC parallel RL, or RC into RL by RC plus RL. അപ്പോൾ ഇഫക്റ്റീവ് കളക്ടർ ലോഡ് നമ്മളന്ന് പറഞ്ഞ അതേ വിധത്തിൽ തന്നെ റെപ്രസെൻ്റ് ചെയ്യാം. ഇവിടെ റെസിസ്റ്റേഴ്സ് പാരലായിട്ട് വന്നിരിക്കുന്ന ഈ വിധത്തിലെടുക്കാം. ഇതിൽ നിന്ന് ഒരു ലോഡ് ലൈനെ പറ്റി നമ്മളൊന്ന് ചിന്തിച്ചാലോ? ലോഡ് ലൈൻ, ദ AC ലോഡ് ലൈൻ. AC ലോഡ് ലൈൻ ഞാൻ ചിന്തിക്കുന്നത്, ഈ DC ലോഡ് ലൈനിൽ ഞാനൊരു ഓപ്പറേറ്റിംഗ് പോയിൻ്റ് പറഞ്ഞിരുന്നു. VQവിൻ്റെയും അതിൻ്റെ ഞാൻ IQ എന്നോ VCE എന്നോ IC എന്നോ പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്ത VCE ആൻഡ് IC. ഇതിൽ ഏതെങ്കിലും ഒരു ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക് ലോഡ് ലൈനായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് അവിടുത്തെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്. ദ വാല്യൂസ് ഓഫ് VCE ആൻഡ് IC നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിച്ചാൽ ആ വാല്യൂസിന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ്, അല്ലെങ്കിൽ ക്യുസൻ പോയിൻ്റ് എന്ന് പറഞ്ഞ് റെപ്രസെൻറ്റ്. ക്യുസൻ മീൻസ് സൈലൻറ്റ്. അത് ആ വാല്യൂവിനെ ബേസ് ചെയ്താണ് ഈ ട്രാൻസിസ്റ്റർ സിഗ്നൽ കൊടുക്കുന്ന സമയത്ത് വർക്ക് ചെയ്യുന്നത്. ഈ ട്രാൻസിസ്റ്റർ വർക്ക് ചെയ്യുന്ന DC കണ്ടീഷൻസാണ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്തത്. ആ DCയുടെ ബലത്തിലാണ്, അത് ബേസായിട്ട് എടുത്തിട്ടാണ് സിഗ്നലിന് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ വേരിയേഷൻസ് സംഭവിക്കുക. ഈ വേരിയേഷനെ കുറിച്ചാണ് കഴിഞ്ഞതിൽ നമ്മൾ ഫെയ്ത്ത്ഫുൾ ആംപ്ലിഫിക്കേഷനായിട്ട് കണക്ട് ചെയ്ത് പറഞ്ഞൊരു പോയിൻ്റ്. ദർ ഷുഡ് ബി പ്രോപ്പർ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ്. റിമെമ്പർ ദിസ് സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? കളക്ടറിലൂടെ ഒരു സിഗ്നലും പാസ് ചെയ്യാത്ത സമയത്ത് വാട്ട് ഈസ് ദ DC വാല്യൂ ഓഫ് ദി കറൻറ്റ്? വാട്ട് ഈസ് ദ DC വാല്യൂ ഓഫ് ദ കറൻറ്റ്? ആ കറൻറ്റ് നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ വാല്യൂ 1 മില്ലി ആംപിയർ ആണെങ്കിൽ 1 മില്ലി ആംപിയർ ആണെങ്കിൽ കളക്ടറിൽ കറണ്ട് കൊടുക്കുന്നു, സിഗ്നലിന് ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്നത്. ആ സിഗ്നലിൻ്റെ ആംപ്ലിഫൈഡ് ഫോം ഈ 1 മില്ലി ആംപിയർ ആണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ബേസ് 1 മില്ലി ആംപിയർ എങ്കിലും വേണം. 1 മില്ലി ആംപിയർ എങ്കിലും ഇല്ലെങ്കിൽ സിഗ്നലിൻ്റെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ വരുമ്പോൾ അത് കട്ട് ഓഫ് ആവും. The negative portion of the negative half cycle, or for all the parts of the negative half cycle, may be cut off. You have to protect that. അങ്ങനെ കട്ട് ഓഫ് വന്നു കഴിഞ്ഞാൽ ഈ എമിറ്റർ ബേസ് ജംഗ്ഷൻ ഫോർവേഡ് ആവില്ല, ബേസ് കളക്ടർ ജംഗ്ഷൻ റിവേഴ്സ് ആവില്ല. അതിന് നമ്മൾ ശ്രദ്ധിച്ച ഒരു പോയിന്റ്, 1 മില്ലി ആംപിയർ ഉണ്ടെങ്കിൽ ആ വസ്തുവിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ സീറോ സിഗ്നൽ കളക്ടർ കറൻറ്റ് 1 മില്ലി ആംപിയർ എങ്കിലും വേണം. At least it should be that, or the operating value should be this, or in other words you can say the maximum AC signal, the positive thing of the AC signal should be IQ. IQ means the value of the operating condition, the collector current, the value of the collector current in the operating situation. ആ IQ ആണെങ്കിൽ
ഐ ക്യു ഇൻറ്റു കറൻറ്റിൽ വരുന്ന വേരിയേഷൻ ഐ ക്യു ആണെങ്കിൽ വോൾട്ടേജിൽ വരുന്ന വേരിയേഷൻ എ സിയിൽ വരുന്ന വേരിയേഷൻ ഇതായിരിക്കില്ലേ? അങ്ങനെയാണെങ്കിൽ ഇത്രയുമാണ് ബേസായിട്ടുള്ള ഡി സിയിൽ നിന്ന് വരാൻ സാധ്യതയുള്ള വേരിയേഷൻ. ദ ഇൻക്രീസ് ദ മാക്സിമം പോസിബിൾ വാല്യൂ ഓഫ് ദിസ് വിൽ ബി വി ക്യു. വി ക്യു സ്റ്റാൻഡ്സ് ഫോർ വി സി ഇ. അതിൽ നിന്ന് ഓപ്പറേറ്റിംഗ് വാല്യൂവിൽ നിന്ന് ഇത്രയും വരാം. ഇതാണ് വി സി ഇയുടെ മാക്സിമം പോസിബിൾ വാല്യൂ. അപ്പോൾ എക്സാക്സിസിൽ എ സി ലോഡ് ലൈൻ വരയ്ക്കുന്ന സമയത്ത് എക്സാക്സിസിൽ വരാൻ സാധ്യതയുള്ള വാല്യൂ ഇങ്ങനെയാണ്. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും എനിക്ക് വി ക്യു പ്ലസ് ഐ ക്യു ഇൻറ്റു എ സി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ആർ എ സി ഐ മീൻ ആർ എ സി എന്ന് പറഞ്ഞ് റെപ്രസെൻ്റ് ചെയ്യാം. ഇത് വി സി സിയുടെ വാല്യൂ. എക്സാക്സിസിൽ വി സി ഇ നോട്ട് ചെയ്യുന്നു. അതുപോലെ കറൻറ്റിൽ വരാൻ സാധ്യതയുള്ള വേരിയേഷൻ എന്താണെന്നുള്ളത്. കറൻറ്റിൽ വരാൻ സാധ്യതയുള്ള വേരിയേഷൻ ഐ ക്യു ആണ്. ഐ ക്യുവിൽ നിന്ന് എന്തുമാത്രം വേരിയേഷൻ വരുന്നു, എന്തുമാത്രം വേരിയേഷൻസ് ഉണ്ടാവും? ഐ ക്യുവിൻ്റെ കൂടെ വി ക്യു ബൈ ആർ എ സി, ഇതല്ലേ കറൻറ്റിൽ വരാൻ സാധ്യതയുള്ള മാക്സിമം വേരിയേഷൻ. അപ്പോൾ ഇവിടെ ഞാനെടുത്ത് ഒരു പോയിൻ്റ് എടുത്തു കഴിഞ്ഞാൽ ദാറ്റ് പോയിൻ്റ് വിൽ ബി ഇൻ ദ അപ്പർ സൈഡ് ഓഫ് ദിസ് വൺ. ഹിയർ ഐ ക്യു പ്ലസ് വി ക്യു ബൈ ആർ എ സി. ഈ രണ്ട് പോയിൻറ്റും മാക്സിമം വാല്യൂസ് ആണെങ്കിൽ അത് രണ്ടും കൂടി ജോയിൻ ചെയ്യുന്ന ഗ്രാഫാണ് എ സി ലോഡ് ലൈൻ. എ സി ലോഡ് ലൈൻ. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് നമ്മൾ നേരത്തെ വരച്ച ഡി സി ലോഡ് ലൈൻ. അപ്പോൾ ഇത് അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് വി ക്യു ഐ ക്യു. ഈ വാല്യൂ വി സി സി ബൈ ആർ സി പ്ലസ് ആർ ഇ. അപ്പോൾ ഞാൻ രണ്ട് ലോഡ് ലൈനും കൂടി ഒരു ഗ്രാഫിൽ വരച്ചപ്പോൾ ശ്രദ്ധിക്കണം, ഡി സി കണ്ടീഷൻസ് മാത്രമാണെങ്കിൽ പിന്നെ എ സി വരയ്ക്കണതിന് അർത്ഥമില്ലല്ലോ. അപ്പോൾ എക്സാക്സിസിൽ ആക്ച്വലി ഡി സി വാല്യൂസ് അല്ല, ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് എ സി ആൻഡ് ഡി സി. ആക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ഞാൻ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട് എ സിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇങ്ങനെ, ഡി സിയെ റെപ്രസെൻ്റ് ചെയ്യാൻ ഇങ്ങനെ. അപ്പോൾ എ സിയുടെയും ഡി സിയുടെയും കൂടെയുള്ള മിക്സ്ചറിനെ റെപ്രസെൻ്റ് ചെയ്യാൻ ലെറ്റർ സഫിക്സ് ക്യാപിറ്റൽ ലെറ്ററും മറ്റേ ലെറ്റർ സ്മോൾ ലെറ്റർ ഉപയോഗിച്ച് എഴുതിയാൽ ദ മീനിങ് ഈസ് ഇറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് എ സി ആൻഡ് ഡി സി. അപ്പോൾ ഞാൻ ഇതിൻ്റെ എക്സാക്സിസിൽ മാർക്ക് ചെയ്യുന്നത് ക്യാപിറ്റൽ വി സി ഇ അല്ല, സ്മോൾ ലെറ്റർ വിയും സഫിക്സ് ക്യാപിറ്റൽ ലെറ്റേഴ്സും. അതുപോലെ ഈ സൈഡിലോ ഇതിൽ ഞാൻ ക്യാപിറ്റൽ ഐ സി ആണ് നോട്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരയ്ക്കുകയാണെങ്കിൽ അതിൽ നമ്മൾ നോട്ട് ചെയ്യുന്നത് ഐ സഫിക്സ് ക്യാപിറ്റൽ ലെറ്റർ സി. ദറ്റ് ഈസ് ദ മിക്സ്ചർ ഓഫ് കളക്ടർ കറൻസ്. ഇത് ഡി സി കളക്ടർ കറൻറ്റ് ആൻഡ് എ സി കളക്ടർ കറൻറ്റ്. അപ്പോൾ ഞാൻ രണ്ട് ഗ്രാഫും കൂടി ഇങ്ങനെ വരച്ചാൽ കിട്ടുന്ന ഒരു രസം എന്താണെന്ന് വെച്ചാൽ, ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്താ വെച്ചാൽ, ദാറ്റ് ടു ഗ്രാഫ്സ് വിൽ ഇൻ്റർസെക്ട് അറ്റ് എ പോയിന്റ്. ഡെഫിനറ്റ്ലി ദേ വിൽ ഇൻ്റർസെക്ട്. ആ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റാണ് ഈ കണ്ടീഷനിൽ, സിഗ്നൽ കൊടുക്കുന്ന കണ്ടീഷനിൽ അതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റായിട്ട് വരുന്നത്. വിത്ത് റെസ്പെക്ട് ടു ദിസ് ഓപ്പറേറ്റിംഗ് പോയിന്റ് the signal is varying, amplified signal will be developed across the output or across the load. അപ്പോൾ ഡി സി ലോഡ് ലൈനും എ സി ലോഡ് ലൈനും കൂടി നമ്മൾ പഠിച്ചാൽ എങ്ങനെയാണ് ഇത് രണ്ടും കൂടി വരുന്ന സിറ്റുവേഷനിൽ അതിൻ്റെ വർക്കിംഗ് എങ്ങനെ വരുമെന്നുള്ളത് കൃത്യമായിട്ട് അനലൈസ് ചെയ്യാം. ഈ ഒരു ആശയം വലിയൊരു പോയിൻ്റാണ്. കാരണം ഒരു ട്രാൻസിസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഡി സി മാത്രം നമ്മൾ സ്റ്റഡി ചെയ്തിട്ട് ഒരു ഉപയോഗമില്ല. കാരണം ആ കണ്ടീഷനെ നമ്മളൊന്ന് മാറ്റിയിട്ട് എ സിയും കൂടി സൈമൾട്ടേനിയസ് ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ, എ സിയും കൂടി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ട്. ഈ ആംപ്ലിഫൈഡ് ഔട്ട്പുട്ടാണ് ഞാൻ ഈ കാണിച്ചിരിക്കുന്നത്. അതിനെ ബേസ് ചെയ്തുള്ള തിയററ്റിക്കൽ ഡിസ്ക്രിപ്ഷൻസാണ് കാണിച്ചത്. ലെറ്റ് മീ റിപ്പീറ്റ്, ദിസ് ഈസ് ദ ഡി സി ലോഡ് ലൈൻ, ദ ഓപ്പറേറ്റിംഗ് പോയിൻറ്റ്സ്. കൺഫ്യൂഷൻ ഇല്ലാതിരിക്കാൻ വേണ്ടി ഞാൻ വി സി എന്നുള്ളത് വി ക്യു ഐ ക്യു എന്ന് പറഞ്ഞ് എഴുതി. ഇറ്റ് ഈസ് ദ ഓർ ദേ ആർ ദ വാല്യൂസ് ഓഫ് ഓപ്പറേറ്റിംഗ് പോയിൻറ്റ് വി സി ആൻഡ് ഐ സി. ഹിയർ ഫോർ ദിസ് വൺ
In the previous case, the load line, the endpoints are only VCC and VCC by RC. But in this case, it is VCC by RC plus RE because there was a resistance in the emitter side. In addition to this, we discussed about the AC load line. For this, we think about the maximum possible values of the current. The current എ സിയും ഡി സിയും കൂടി മിക്സ് ചെയ്ത് വരുമ്പോൾ കറൻറ്റിൽ വരുന്ന വേരിയേഷൻ എന്തായിരിക്കും? കറൻറ്റിൽ വരുന്ന വേരിയേഷൻ ഐ ക്യു അല്ല, ഐ ക്യുവിൻ്റെ കൂടെ കുറച്ചും കൂടി കൂടും, ഐ ക്യു പ്ലസ് വി ക്യു ബൈ ആർ ഐ സി. അതുപോലെ തന്നെ ഇത് വി ക്യു അല്ല, വി ക്യുവിനെ കാണാൻ കുറച്ചും കൂടി കൂടുതലായിരിക്കും, വി ക്യു പ്ലസ് ഐ ക്യു ഇൻറ്റു ആർ ഐ സി. Therefore, this point will be naturally, this value will be less than VCC. അതുകൊണ്ട് ഇപ്പുറത്തായിരിക്കും ഈ പോയിന്റ്. ഇത് ഞാൻ എയും ബിയും എന്ന് എഴുതിയാൽ ഇതിനെ എനിക്ക് എ ഡാഷ് എന്നും ബി ഡാഷ് എന്ന് എഴുതാം. അപ്പോൾ എ ഡാഷ് വിൽ ബി ടുവേർഡ്സ് ദ ഒറിജിനൽ ഓർ ദ വാല്യൂ ഓഫ് എ ഡാഷ് വിൽ ബി ലെസ് ദാൻ VCC, ലെസ് ദാൻ ദ വാല്യൂ ഓഫ് എ. But here, regarding the collector current, this collector current will be greater than the maximum collector current here. It will be greater. Therefore, B dash will be on the upper side of B, while A dash will be on the left side of A. അപ്പോൾ രണ്ട് ഗ്രാഫ് വരയ്ക്കുന്നു. രണ്ട് ഗ്രാഫിൽ നിന്ന് നമുക്ക് ആ ലോഡ് ലൈൻ ശ്രദ്ധിക്കുക. രണ്ട് ഗ്രാഫും കൂടി ഒരുമിച്ച് വരയ്ക്കുമ്പോൾ ചെറിയൊരു പ്രശ്നമുള്ളത് ആക്സിസിൽ മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം. അതിന് ഞാൻ ചെയ്തൊരു സൂത്രപ്പണി, രണ്ടിൻ്റെയും മിക്സറാണ് ഞാൻ ആക്സിസിൽ മാർക്ക് ചെയ്തത്. ഇവിടെ മാർക്ക് ചെയ്തതോ ഡി സി വാല്യൂ, ഇവിടെ മാർക്ക് ചെയ്തത് എ സി വാല്യൂ ഡി സി കറണ്ട് മാത്രമേ മാർക്ക് ചെയ്തുള്ളൂ. പക്ഷേ ഇതിലാണെങ്കിൽ അങ്ങനെ മാർക്ക് ചെയ്യണതിൽ അർത്ഥമില്ലല്ലോ. കാരണം ഒരേ ഗ്രാഫിൽ തന്നെ എ സിയും ഡി സിയും മാർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മിക്സ്ചർ ആയിരിക്കണം അതിൽ വരേണ്ടത്, ദ സം ഓഫ് ദ കോമ്പിനേഷൻ ഓഫ് ദീസ്. അപ്പോൾ ഞാൻ ഗ്രാഫ് ആക്സിസ് ഒന്ന് റീമെൻഷൻ ചെയ്യുകയാണ്. ഇറ്റ് ഈസ് സ്മോൾ ലെറ്റർ വി സഫിക്സ് ക്യാപിറ്റൽ ലെറ്റർ. ഇറ്റ് ഈസ് ദ സം ഓഫ് AC and DC voltages. Here also it is the sum of AC and DC currents. അപ്പോൾ രണ്ട് ഗ്രാഫ് കിട്ടി. ഈ ഗ്രാഫ് ഉപയോഗിച്ചൊക്കെ നമുക്ക് ഇഷ്ടംപോലെ അനലൈസ് ചെയ്ത് ഓരോന്നിൻ്റെയും ഓപ്പറേറ്റിംഗ് പോയിൻറ്റുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങളോ എല്ലാം കണ്ടുപിടിക്കാം. ഏതെങ്കിലും ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണെങ്കിൽ, സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറില്ല ഈ വിധത്തിൽ നമ്മൾ റെപ്രസെൻ്റ് ചെയ്ത് വയ്ക്കും. സിംഗിൾ സ്റ്റേജ് എന്ന് വരയ്ക്കുമ്പോൾ തന്നെ നമുക്കറിയാം ഇറ്റ് ഹാസ് 4 resistors R1, R2, RC, RE. ഇവിടെ എമിറ്റർ ബൈപ്പാസ് കപ്പാസിറ്റർ, ഇവിടെ ഇൻപുട്ട് കപ്പാസിറ്റർ, ഇവിടെ കപ്ലിംഗ് കപ്പാസിറ്റർ CC. ഇവിടെയാണ് നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത്. ഏതെങ്കിലും വാല്യൂസ് വെച്ച് നമുക്ക് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് പോയിൻ്റ് കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ പറ്റും. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് ലോഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഹിയർ 10K, 5K, ഇവിടെ ഒരു 1K ഉണ്ടെന്ന് വിചാരിക്കും, ഇവിടെ ഒരു 2K ഉണ്ട്. വോൾട്ടേജസ് ഏതെങ്കിലും ഒരു വോൾട്ടേജ് 15 വോൾട്ട് കൊടുത്ത് നോക്കിയോ, 15 വോൾട്ട്. അപ്പോൾ ഇത് നോർമലി ഇത് ഗ്രൗണ്ട് ആയിരിക്കും വരിക. നമുക്കിതിൻ്റെ ലോഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ എന്ത് കിട്ടും? ഡി സി ലോഡ് ലൈൻ വരയ്ക്കാൻ പറഞ്ഞാൽ ആദ്യം തന്നെ ലോഡ് ലൈൻ വരയ്ക്കുക. വരച്ചതിന് ശേഷം അടയാളപ്പെടുത്തുക ഈ പോയിന്റ്. ഇത് ഡി സി ലോഡ് ലൈൻ. ഡി സി ലോഡ് ലൈൻ നമുക്ക് കൃത്യമായിട്ട് നോട്ട് ചെയ്യാം. ഈ പോയിന്റ് VCC ആണ്, 15 വോൾട്ട്. ഇവിടെ VCC ബൈ RC പ്ലസ് RE ആണ്, RC പ്ലസ് RE. അപ്പോൾ എത്ര കിട്ടും? 15 ബൈ RCയും REയും 2 1 3 അല്ലേ, 2 + 1 അപ്പോൾ 5. 15 ബൈ 3 5 മില്ലി ആംപിയർ, 5 മില്ലി ആംപിയർ. കൃത്യമായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം ICയുടെ മാക്സിമം വാല്യൂ. അപ്പോൾ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പറഞ്ഞാൽ കൃത്യമായിട്ട് എടുക്കാം. DC ലോഡ് ലൈൻ വളരെ സിമ്പിളായിട്ട് നമുക്ക് നോട്ട് ചെയ്യാം. AC ലോഡ് ലൈൻ നോട്ട് ചെയ്യണമെങ്കിലോ, AC ലോഡ് ലൈൻ നോട്ട് ചെയ്യണമെങ്കിൽ ഈ വാല്യൂസ് കിട്ടണം. IQൻ്റെ വാല്യൂ RACയുടെ വാല്യൂ കിട്ടണം. RACയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഇവിടെ വരുന്ന RL എത്രയാണെന്ന് അറിയണം. അത് കണ്ട്
ഈ പർട്ടിക്കുലർ കേസിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് IQ × RAC IQ കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇതിൽ ICയുടെ വാല്യൂ നമ്മൾ നോട്ട് ചെയ്യും. ഇതിൻ്റെ വാല്യൂസ് ഇവിടെ ഗിവൺ അല്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞതിൽ പ്രത്യേകിച്ച് ഇതിൽ വേണമെങ്കിൽ ഇതിൻ്റെ ആംപ്ലിഫിക്കേഷനോ ഇതെല്ലാം നമുക്ക് നോട്ട് ചെയ്യാം. 1 മില്ലി ആംപിയർ, ഇവിടെ ഒരു 1 മൈക്രോ ആംപിയർ ഉള്ളൂ എങ്കിൽ ബീറ്റയുടെ വാല്യൂ 100. അപ്പോൾ എത്ര കിട്ടും? ICയുടെ വാല്യൂ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ 100 ടൈംസ് ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാം. 1 മില്ലി മൈക്രോ ആംപിയർ, ദാറ്റ് ഈസ് 0.1 മില്ലി ആംപിയർ ആൻഡ് സോ ഓൺ. അത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ഇക്വേഷനിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായിട്ട് VCയുടെയും ICയുടെയും വാല്യൂസ് നമുക്ക് നോട്ട് ചെയ്യാം. എനിവേ, റിഗാർഡിംഗ് ദ ന്യൂമറിക്കൽ വാല്യൂസ് വി ക്യാൻ ഈസിലി സോൾവ് ഇറ്റ് പ്രൊവൈഡഡ് ദ അതർ ഡീറ്റെയിൽസ്. അപ്പോൾ നമുക്കൊരു ട്രാൻസിസ്റ്ററിന് ഇതുപോലെ അനലൈസ് ചെയ്താൽ at once you can draw the DC load line, and by knowing the input values you can calculate the output current. Then by using the output current you can calculate the collector current, and then the maximum or minimum values of the VCE and IC. അപ്പോൾ നമുക്ക് ഗ്രാഫ് ഇതുപോലെ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ആ ഗ്രാഫ് ഈസി ആയിട്ട് വരച്ചാൽ ദാറ്റ് വിൽ ബി ദ AC ലോഡ് ലൈൻ. അപ്പോൾ നോർമലി ഒരു ട്രാൻസിസ്റ്ററിന് അനാലിസിസാണ് നമ്മൾ പഠിച്ചത്. ഈ അനാലിസിസ് ഒരു സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സിംഗിൾ സ്റ്റേജ് ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് നമ്മൾ, പക്ഷേ പ്രാക്ടിക്കൽ കേസിൽ ഒരു സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് നമുക്ക് അനാലിസിസിന് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കാരണം ഒരു ട്രാൻസിസ്റ്റർ കൊണ്ട് ആംപ്ലിഫൈ ചെയ്യാവുന്നതിന് ഒരു പരിധിയുണ്ട്. നമുക്ക് എത്ര വരെ വരാം? 500 ആണെങ്കിൽ 500 ഇരട്ടി വരുന്നു, അല്ലെങ്കിൽ 100 ആണെങ്കിൽ 100 ഇരട്ടി ആംപ്ലിഫൈ ചെയ്യും. പക്ഷെ നമുക്ക് കിട്ടുന്ന ഈ ആംപ്ലിഫിക്കേഷൻ പ്രാക്ടിക്കൽ കേസിൽ ഒരു സൗണ്ട് സിസ്റ്റത്തിലോ അല്ലെങ്കിൽ ഒരു പിക്ചർ ട്യൂബിൻ്റെ കേസിലേക്ക് പോയാൽ ദിസ് ആംപ്ലിഫിക്കേഷൻ ഈസ് ടു മിനിമം, പോരാ, നമുക്കതൊന്നും ആവില്ല. അപ്പോൾ നോർമലി നമ്മൾ ചെയ്യുന്നതാണ് ഈ ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തെ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്നു, രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ട് എടുത്ത് മൂന്നാമത്തെ സ്റ്റേജിലേക്ക് കൊടുക്കുന്നു. ഇങ്ങനെ നമുക്കൊരു തീവണ്ടി പോലെ, ഒരു ട്രെയിനിൻ്റെ കമ്പാർട്ട്മെൻറ്റ് പോലെ ഇഷ്ടം പോലെ നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. ദ ഔട്ട്പുട്ട് ഓഫ് ദി ഫസ്റ്റ് സ്റ്റേജ് വിൽ ബി ദ ഇൻപുട്ട് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ്, ദ ഔട്ട്പുട്ട് ഓഫ് ദി സെക്കൻഡ് സ്റ്റേജ് വിൽ ബി ദ ഇൻപുട്ട് ഓഫ് ദി തേർഡ് സ്റ്റേജ് ആൻഡ് സോ ഓൺ. അങ്ങനെയാണെങ്കിൽ നമുക്ക് 2 സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേജ് 3 സ്റ്റേജോ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. അപ്പോൾ ഇൻ ഇലക്ട്രോണിക്സ് വി എവർ യൂസ് ഇൻസ്റ്റെഡ് ഓഫ് എ സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയർ ഓൾവേസ് വി യൂസ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സ്. അപ്പോൾ ലെറ്റ് മീ സ്വിച്ച് ഓവർ ടു ദ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ. മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയർ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ മീനിങ് മനസ്സിലായി. ഒരു ട്രാൻസിസ്റ്ററും അതിൻ്റെ ഓക്സിലറി കമ്പോണൻസ് ഉണ്ടെങ്കിൽ ഒരു സ്റ്റേജാണ്. അപ്പോൾ വേറൊരെണ്ണം ഉണ്ടെങ്കിൽ അതും കൂടി കണക്ട് ചെയ്യുമ്പോൾ അത് വെറുതെ ഒരു ട്രാൻസിസ്റ്ററിലേക്ക് കൊടുത്താൽ പോരാ, പകരം ആ ട്രാൻസിസ്റ്ററിന് ബയാസിങ് ആവശ്യമുള്ള എല്ലാ ഡീറ്റെയിൽസും കൊടുക്കണം. അങ്ങനെ കൊടുത്ത് ഏതൊക്കെ വിധത്തിൽ നമ്മൾ കണക്ട് ചെയ്യുന്നുവോ അതിനടിസ്ഥാനപ്പെടുത്തി ആ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയേഴ്സിന് പല ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ക്ലാസിഫിക്കേഷൻസ് ഓരോന്നും നമുക്ക് നോക്കാം, എങ്ങനെയാണ് നമുക്ക് കമ്പൈൻ ചെയ്ത് കൊണ്ടുവരാൻ പറ്റുക എന്നുള്ളത്. അങ്ങനെ കമ്പൈൻ ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് കിട്ടാവുന്ന കുറേ ടേംസ് ഞാൻ പഠിപ്പിച്ചിട്ട് പറഞ്ഞു തന്നതിന് ശേഷം ആ വ്യത്യസ്തമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻസ് നോക്കാം. ഒന്ന്, റിഗാർഡിംഗ് ദ ഗെയിൻ ഓഫ് ദിസ് വൺ. ഗെയിൻ ഇൻ ദ സെൻസ് ദ വോൾട്ടേജ് ഗെയിൻ, കറൻറ്റ് ഗെയിൻ, പവർ ഗെയിൻ, ഇതൊക്കെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിളായിട്ട് ഒരു സ്റ്റേജിൻ്റെ ആംപ്ലിഫിക്കേഷൻ 60 ആണെന്ന് വിചാരിക്കും. ദാറ്റ് മീൻസ് the output will be 60 times of the input. Gain is 60. അങ്ങനെ 2 സ്റ്റേജ് കണക്ട് ചെയ്താലോ? 2 സ്റ്റേജ് കണക്ട് ചെയ്താൽ ഈ 60 ഇരട്ടി ആയ സാധനമാണ് വീണ്ടും രണ്ടാമത്തെ എൻ്റെ ഇൻപുട്ടിൽ കൊടുക്കുന്നത്. അതിന് വീണ്ടും 60 ഇരട്ടി 60 ടൈംസ് ആയി. ദാറ്റ് മീൻസ് 60 × 60 3600. ദാറ്റ് മീൻസ് the gain of a 2-stage amplifier is G1 × G2. ഇത് രണ്ടും ഞാൻ ഈക്വൽ ആയതുകൊണ്ട് 60 × 60 വ്യത്യസ്തമായാൽ വ്യത്യസ്തമായിട്ട് വരിക. അതിൻ്റെ എനിവേ ഇറ്റ് വിൽ ബി തിയററ്റിക്കലി ഇറ്റ് വിൽ ബി ദ പ്രോഡക്റ്റ്. ദി ഓവറോൾ ഗെയിൻ വിൽ ബി
ദ പ്രോഡക്റ്റ് ഓഫ് ദി ഇൻഡിവിജ്വൽ ഗെയിൻസ്. ഇങ്ങനെ കുത്ത് ഇട്ട് കൊടുക്കാം. G1, G2, G3 എക്സെട്ര. ദിസ് ഈസ് ദ തിയററ്റിക്കൽ വാല്യൂ. പക്ഷെ അത് അങ്ങനെ കിട്ടില്ല കേട്ടോ. അതിന് ചെറിയൊരു പ്രശ്നമുണ്ട്. കാരണം ആംപ്ലിഫൈ ചെയ്ത് കിട്ടുന്ന സിഗ്നൽ അവിടെ കൊടുക്കുമ്പോൾ രണ്ടാമത്തെ സ്റ്റേജിൻ്റെ ഇൻപുട്ടിൽ ചെറിയ പ്രശ്നങ്ങൾ വരാൻ ഞാൻ പിന്നീട് നോട്ട് ചെയ്ത് കാണിച്ചു. 1, 2 ഫ്രീക്വൻസി റെസ്പോൺസ്. ഫ്രീക്വൻസി റെസ്പോൺസ് പറഞ്ഞാൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് ഇതിന് എന്ത് മാറ്റം വരുന്നു, അതിൻ്റെ ഗെയിന് എന്ത് ചേഞ്ചുകളാണ് വരുന്നത്. നോക്കൂ, നമ്മൾ വരച്ചിരുന്ന സിംഗിൾ സ്റ്റേജ് ആംപ്ലിഫയറിൽ 3 കപ്പാസിറ്റേഴ്സ് 3 സ്ഥലത്ത് പ്രത്യേക ഉപയോഗങ്ങൾക്ക് വേണ്ടി വെച്ചിട്ടുണ്ടായി. വൺ ഈസ് ദ ഇൻപുട്ട് കപ്പാസിറ്റർ, കപ്ലിംഗ് കപ്പാസിറ്റർ ആൻഡ് ബൈപ്പാസ് കപ്പാസിറ്റർ. യു നോ ദ കപ്പാസിറ്റർ ഈസ് എൻ ആക്റ്റീവ് കമ്പോണൻറ്റ്. its capacitive reactance will not be a constant. Instead of that, it will be depending on the frequency. Xc equal to 1/c omega. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് റിയാക്റ്റൻസ് മാറുന്നുണ്ടെങ്കിൽ ഈ കിട്ടുന്ന ഔട്ട്പുട്ടൊക്കെ നമ്മൾ പറയുന്ന കോൺസ്റ്റൻ്റ് ഒന്നും ആവില്ല. കൊടുക്കുന്ന സിഗ്നലിൻ്റെ ഫ്രീക്വൻസിക്ക് അനുസരിച്ച് അല്ലറ ചില്ലറ വ്യത്യാസങ്ങളൊക്കെ വരും. അങ്ങനെ വ്യത്യാസം വരുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ സ്റ്റഡി ചെയ്യുകയാണ് ഒരു ഗ്രാഫ് ഉപയോഗിച്ച്. ഗ്രാഫിൽ സാധാരണ നമ്മൾ എക്സ് ആക്സിസിൽ ഫ്രീക്വൻസിയും വൈ ആക്സിസിൽ ഗെയിനും നോട്ട് ചെയ്യും. വൈ ആക്സിസിൽ ഗെയിനും നോട്ട് ചെയ്യുകയാണ്. ഗെയിൻ ഇൻ ദ സെൻസ് ദ വോൾട്ടേജ് ഗെയിൻ ഓർ കറൻറ്റ് ഗെയിൻ ഓർ ദ പവർ ഗെയിൻ. അങ്ങനെ നമ്മൾ നോട്ട് ചെയ്താൽ പല ടൈപ്പ് ഗ്രാഫുകൾ കിട്ടും. ഞാനൊരു ഗ്രാഫ് ഇങ്ങനെ കാണിക്കാമെന്ന് വിചാരിക്കും. വാട്ട് ഈസ് ദ മീനിങ്? ദിസ് ഗ്രാഫ് ഫ്രീക്വൻസി കൂടുന്തോറും ഗെയിൻ കൂടി വന്ന് മാക്സിമത്തിലേക്ക് എത്തി. ആ മാക്സിമത്തിലേക്ക് എത്തിയതിന് ശേഷം ഈ ഗെയിൻ ഡിക്രീസ് ചെയ്ത് താഴേക്ക് പോയി. അപ്പോൾ ഇങ്ങനെ ഒരു ഗ്രാഫ്, ഇഷ്ടം പോലെ ഗ്രാഫ് വരയ്ക്കാം നമുക്ക്. ഒരു ടിപ്പിക്കൽ കേസിൽ ഇതുപോലെ ഗ്രാഫ് ഉണ്ടെങ്കിൽ യു ക്യാൻ സേ ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി the gain will be maximum. ഞാൻ GM എന്ന് എഴുതുന്നു വെച്ചു. GM മാക്സിമം ഗെയിൻ. ഇവിടെ സഫിക്സ് വെച്ചത് 6 എന്നൊരു വാക്ക് ചേർത്തിട്ടുണ്ട്. നമുക്ക് നോട്ട് ചെയ്യാവുന്ന കാര്യമാണ്. റെസണൻറ്റ് ഫ്രീക്വൻസി. റെസണൻസ് എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ പഠിച്ചിട്ടുണ്ടോ? റെസണൻസ് എല്ലാ ഫ്രീക്വൻസികളിലും എല്ലാ വൈബ്രേഷൻസിലും നമ്മൾ ഉപയോഗിക്കുന്നൊരു വാക്കാണ് റെസണൻസ്. എനിവേ ആ റെസണൻറ്റ് ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യണം. ഇതിന് പകരം തോന്നിയ ഗ്രാഫുകൾ വരുത്താം. ഇങ്ങനെയൊക്കെ വരാൻ തോന്നിയ പോലെയൊക്കെ ആവാം. എനിവേ തിങ്ക് അബൌട്ട് ഓർ സ്റ്റഡിങ് ദ ഗ്രാഫ് യു ക്യാൻ സേ ഇറ്റ്സ് ഫ്രീക്വൻസി റെസ്പോൺസ് ഈസ് ദാറ്റ്. ഏത് ടൈപ്പിലാണ് ഭംഗിയായിട്ട് പോയി വളരെ സ്മൂത്തായിട്ട് പോയി ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിയിലേക്ക് എത്തിയിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ ഫ്രീക്വൻസി കൂടിയപ്പോൾ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സന്തോഷമുണ്ട്. അത് നല്ലൊരു ഇതാണ്. ഫോർ എ പർട്ടിക്കുലർ ഫ്രീക്വൻസി ദ റെസണൻറ്റ് for the particular frequency the gain will be maximum. ചില ഗ്രാഫിൽ ഇങ്ങനെ വരാം. കുറേ ഫ്രീക്വൻസികൾക്ക് ഒരേ ഗെയിൻ വരുന്നു. അങ്ങനെ കുറേ ഫ്രീക്വൻസി കഴിഞ്ഞ് വളരെ ലാർജ് ഫ്രീക്വൻസി എത്തുമ്പോഴാണ് അതിൽ ഡിക്രീസ് വരിക. അങ്ങനെയും ഗ്രാഫുണ്ട്. നമുക്ക് പല ഉപയോഗങ്ങൾക്ക് വേണ്ടി ഈ ടൈപ്പും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട്. എനിവേ ദ ഗ്രാഫ് കണക്റ്റിംഗ് the frequency and gain is called the frequency response graph or the frequency response curve. എഫ് നോട്ട് ചെയ്യുക എന്ന് പറയുന്നതിന് പകരം ചിലപ്പോൾ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി എഫിന് പകരം ലോഗരിതം ഓഫ് ദ ഫ്രീക്വൻസി നോട്ട് ചെയ്യും. കാരണം വെറുതെ ഇങ്ങനെ ഫ്രീക്വൻസി കുറേ കിലോ ഹെഡ്സ് ജിഗാ ഹെഡ്സിലേക്ക് പോയാൽ നമുക്ക് ഗ്രാഫ് വരയ്ക്കാൻ അങ്ങ് കാശ്മീർ വരെ എത്തേണ്ടി വരും ഇവിടുന്ന്. അപ്പോൾ എക്സ് ആക്സിസിനെ ഷോർട്ടൺ ചെയ്യാൻ വേണ്ടി പലപ്പോഴും എക്സ് ആക്സിസിൽ എഫ് അല്ല മാർക്ക് ചെയ്യുക, ലോഗ് എഫ് ആയിരിക്കാം. എഫ് ഓർ ലോഗ് എഫ്. എനിവേ ഏത് ഗ്രാഫ് എടുത്താലും നമ്മൾ വിളിക്കുന്ന പേര് അതിന് മാറ്റില്ല. ഇറ്റ് ഈസ് ദ ഫ്രീക്വൻസി റെസ്പോൺസ് കർവ്. 2, ആ ഫ്രീക്വൻസി റെസ്പോൺസ് കർവിൽ നിന്ന് ഒരു പോയിന്റ് കൂടി ഇവിടെ നോട്ട് ചെയ്യിപ്പിക്കുകയാണ്. 1, ഈ ഫ്രീക്വൻസി ഇതിൻ്റെ റെസണൻറ്റ് ഫ്രീക്വൻസിയുടെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഞാൻ 2 ഫ്രീക്വൻസികൾ നോട്ട് ചെയ്യാണ്.
For these two frequencies, the gain will be 1 by root 2 times of the maximum gain. 1 by root 2 times the maximum gain. 1 by root 2 എന്ന് പറഞ്ഞാൽ 0.707 ആയിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 1/1.414. ഇത് 0.707 ആണ്. 2 ഫ്രീക്വൻസികൾ എടുക്കാം. ഈ 2 ഫ്രീക്വൻസികളെ നമ്മൾ നോട്ട് ചെയ്യുന്നത് F1 F2 എന്നാണ്. ഇതിൽ കുറവുള്ള ഫ്രീക്വൻസിയെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നും, ലോവർ കട്ട് ഓഫ്. അപ്പോൾ നാച്ചുറലി അപ്പുറത്തുള്ളതോ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇങ്ങനെ 2 ഫ്രീക്വൻസികൾ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ സാധിക്കും. ഫോർ ദീസ് 2 ഫ്രീക്വൻസീസ് ദ ഗെയിൻ വിൽ ബി 1 by root 2 times of the maximum gain or 0.707 times of the maximum gain. That 2 frequencies are called the lower cutoff frequency and upper cutoff frequency. ഇത് രണ്ടും തമ്മിലുള്ള ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. ബാൻഡ് വിഡ്ത്ത് F2 മൈനസ് F1. അപ്പോൾ ഒരു പർട്ടിക്കുലർ ഫ്രീക്വൻസിക്ക് കറസ്പോണ്ടിങ് ആയിട്ട് 10 ഹെർട്സ് അല്ലെങ്കിൽ 15 ഹെർട്സ് വ്യത്യാസത്തിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അപ്പർ കട്ട് ഓഫും വന്നു, ലോവർ കട്ട് ഓഫും വന്നു. ഇത് രണ്ടും ഈക്വൽ ആയിരിക്കും കേട്ടോ, ഈ ഗ്യാപ്പ് ഈക്വൽ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസിനെയാണ് നമ്മൾ അതിൻ്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ഇതിനും അത് ആ ഓസിലേറ്ററിന് അതിൻ്റെ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയറിന് അതിന് കറസ്പോണ്ടിങ് ആയുള്ള ഒരു ബാൻഡ് വിഡ്ത്ത് ഉണ്ടായിരിക്കും. ആ ബാൻഡ് വിഡ്ത്തിൻ്റെ അപ്ലിക്കേഷൻസൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേഷൻ ലെവലിൽ നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഒരു ബാൻഡ് വിഡ്ത്ത് എന്ന് പറഞ്ഞൊരു ഐഡിയ കിട്ടി. മൂന്നാമത്തെ പോയിൻ്റ്, ഇവിടെ ഞാൻ ഗെയിൻ എന്ന് പറഞ്ഞല്ലോ. ആ ഗെയിന് ബെൽ ഗെയിൻ എന്നാണ്, അല്ലെങ്കിൽ ഡെസിബൽ ഗെയിൻ എന്ന് പറഞ്ഞ് 2 ടേംസ് വെച്ച് പറയുന്നത്. ഡെസിബൽ ഗെയിൻ ഓർ ബെൽ ഗെയിൻ. ബെല്ലെന്ന് പറഞ്ഞൊരു ഇൻറ്റൻസിറ്റിയുടെ യൂണിറ്റായിട്ട് നമ്മൾ താഴ്ന്ന ക്ലാസ്സിൽ സൗണ്ടിൻ്റെ ഇൻറ്റൻസിറ്റി പറയുന്നത് 10 ഡെസിബൽ, 15 ഡെസിബൽ, അല്ലെങ്കിൽ 10 ബെല്ല് എന്നൊക്കെ പറഞ്ഞ്. ഒരു ബെല്ലെന്ന് പറഞ്ഞാൽ 10 ഡെസിബെല്ലാണ്, DB സ്മോൾ ലെറ്റേഴ്സ് ഉപയോഗിച്ച്. 1 ബെൽ ഈസ് ഈക്വൽ ടു 1B ഈക്വൽ ടു 10 dB. ഇവിടെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഇൻസ്റ്റെഡ് ഓഫ് ദിസ് ഗെയിൻ, വോൾട്ടേജ് ഗെയിൻ ഓർ കറൻറ്റ് ഗെയിൻ, നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഗെയിൻ്റെ ലോഗരിതം എടുത്ത്, ലോഗരിതം ഓഫ് ഔട്ട്പുട്ട് P ഔട്ട്പുട്ട് ബൈ P ഇൻ പവറിൽ ടു ദ ബേസ് 10, ലോഗ് P ഔട്ട് ബൈ P ഇൻ ടു ദ ബേസ് 10. ഇത്രയും ബെല്ല്. അതല്ലെങ്കിൽ ഒരു ബെല്ലെന്ന് പറഞ്ഞാൽ 10 ഡെസിബെല്ലല്ലേ. അപ്പോൾ 10 log P ഔട്ട് ബൈ P ഇൻ. ഇതിനെയാണ് ഇത്രയും DB എന്നാണ് നമ്മൾ പവർ ഗെയിൻ റെപ്രസെൻ്റ് ചെയ്യുക. ഇപ്പം നോർമലി ഒരു ആംപ്ലിഫയറിൽ നമ്മൾ പറയുന്നത് വോൾട്ടേജ് ഗെയിനോ കറൻറ്റ് ഗെയിനോ അല്ല, പകരം പവർ ഗെയിനാണ്. ഈ പവർ ഗെയിൻ പലപ്പോഴും നമ്മുടെ കൊമേഴ്സ്യൽ പർപ്പസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇത്ര ഡെസിബെല്ലുണ്ട്, കേട്ട് കാണാൻ പലതിൽ ഇത്ര ഡെസിബെല്ലാണ് അതിൻ്റെ ഗെയിൻ, ഇതാണ് അതിൻ്റെ എന്താ പറയുക ആംപ്ലിഫിക്കേഷൻ, ഇത്ര 10 ഡെസിബിളാണ് 15 ഡെസിബിളാണെന്നൊക്കെ പറഞ്ഞ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. ഈ ഒരു ഗെയിനാണ് പലപ്പോഴും നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദ നോർമൽ ഗെയിൻ വി യൂസ് ബെൽ ഗെയിൻ ഓർ ഡെസിബൽ ഗെയിൻ. ആ ഡെസിബൽ ഗെയിന് വേണമെങ്കിൽ വോൾട്ടേജിൻ്റെ ടൈമിലേക്ക് മാറ്റാം. ഈ പവർ ഗെയിനിൽ പി ഔട്ട് എന്ന് പറഞ്ഞ് എഴുതുന്നത് വി ഔട്ട് സ്ക്വയർ ബൈ ആർ എന്നാക്കിക്കൂടെ? കാരണം റെസിസ്റ്റൻസായിട്ട് കണക്ട് ചെയ്താൽ, റെസിസ്റ്റൻസായിട്ട് കണക്ട് ചെയ്ത് ഇവിടെ എഴുതി കഴിഞ്ഞാൽ 10 log to the base 10 V out square by R by V in square by R. If the two resistors are the same, R cancel ചെയ്ത് കളഞ്ഞ് V out square by V in square എന്ന് എഴുതാം. Or 20 log V out by V in. ഇതാണ് പവർ ഗെയിൻ ഇൻ ടേംസ് ഓഫ് ദി വോൾട്ടേജസ്. In terms of the voltage gain, you can represent 20 log gain to the base 10. യൂണിറ്റ് എന്താ? ഡെസിബൽ. ഇതേ ഗെയിൻ തന്നെ ഞാൻ കറൻറ്റിൻ്റെ ടൈമിൽ എഴുതിയാലോ? പവർ ഈസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R. I എന്ന് പറയുന്നതിന് പകരം I ഔട്ട്, I ഇൻ എന്നും P ഇന്നിന് പകരം I ഇൻ. അവിടെ നമുക്ക് R ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ
20 log to the base 10 I out by I in. But you can represent like this: the power gain in terms of the voltage, the power gain in terms of the current, or power gain in terms of the power. എല്ലാം dBയിൽ. But there are 3 equations, 3 relations for the power gain. നമ്മൾ അങ്ങനെ പവർ ഗെയിൻ എഴുതുമ്പോൾ ഈ റെപ്രസെൻറ്റേഷൻസ് ഒന്ന് ശ്രദ്ധിച്ച് നോക്കി. ഇതിൻ്റെയൊക്കെ ലോഗരിതമാണ് നമ്മൾ എടുക്കുന്നത്. ലോഗരിതം എടുത്ത് ഗെയിനിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. വോൾട്ടേജ് ആണെങ്കിൽ ലോഗ് അരിതം ഓഫ് എന്ത് ലോഗരിതം 20 ലോഗ് അല്ലേ. വോൾട്ടേജ് ഗെയിൻ ആണെങ്കിൽ കറൻറ്റ് ഗെയിൻ ആണെങ്കിൽ ഇൻറ്റു ദിസ്, ഇതിൻ്റെ 20 ലോഗ്, ഇതിൻ്റെയും 20 ലോഗ്. ദാറ്റ് മീൻസ് ഇതെല്ലാം ആഡ് ചെയ്യുന്നു. അപ്പോൾ ഡെസിബൽ ഗെയിൻസ് വിൽ ബി ആഡിങ് ഒന്നാമത്തെ ഡെസിബൽ ഗെയിൻ പ്ലസ് ഇൻ ഡി ബി പ്ലസ് രണ്ടാമത്തെ ഡെസിബൽ ഗെയിൻ പ്ലസ് മൂന്നാമത്തെ ഡെസിബൽ ഗെയിൻ. ഈ അർത്ഥത്തിലാണ് വരിക. അപ്പോൾ ഇൻസ്റ്റെഡ് ഓഫ് ദി പ്രോഡക്റ്റ്, ഇൻസ്റ്റെഡ് ഓഫ് മൾട്ടിപ്ലൈയിങ് ദ ഇൻഡിവിജ്വൽ ഗെയിൻസ്, വി ജസ്റ്റ് ഫൈൻഡ് ഔട്ട് ദ ഡെസിബൽ ഗെയിൻസ് ആൻഡ് ആഡ് ഇറ്റ്. സം ഓഫ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് ഓർ ദ ത്രീ ഇഫ് ദർ ആർ 3 സ്റ്റേജസ്. അപ്പോൾ അതൊരു കൺവീനിയൻസ് ആണ്. അപ്പോൾ നോർമലി ഒരു ആംപ്ലിഫയറിൻ്റെ നമ്മൾ കൊമേഴ്സ്യൽ പർപ്പസിലുള്ള ഏത് ആംപ്ലിഫയർ എടുത്താലും ആ ആംപ്ലിഫയറിൻ്റെ ഗെയിൻ എല്ലാം നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡെസിബലിലാണ്. അതിൻ്റെ ബെനിഫിറ്റ് ഇത്രേ ഉള്ളൂ. അതിൻ്റെ ഇൻപുട്ടിൽ ഓരോ സെക്ഷൻ്റെയും ഗെയിൻ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ ചുമ്മാ ആഡ് ചെയ്താൽ മതി. നോ നീഡ് ഓഫ് മൾട്ടിപ്ലിക്കേഷൻ. പ്രോഡക്റ്റ് കാണണ്ടാണ്. പ്രോഡക്റ്റ് കാണണ്ടാന്ന് മാത്രമല്ല, ഇതിന് വേറൊരു എന്താ പറയുക യൂണിവേഴ്സൽ ഒരു കൺസെപ്റ്റും കൂടിയുണ്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗെയിൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതൊക്കെ നമുക്കറിയാം ഇൻറ്റൻസിറ്റിയൊക്കെ ആയിട്ട് കണക്ട് ചെയ്താലും വോൾട്ടേജിൻ്റെ ഗെയിനൊക്കെ പറയുന്നു. നമ്മളുടെ ഇയർ റെസ്പോൺസ്, മനുഷ്യൻ്റെ ഇയർ റെസ്പോൺസ് ഇതിൻ്റെ ഇൻറ്റൻസിറ്റിക്ക് അനുസരിച്ചല്ല, പകരം ലോഗരിതത്തിനനുസരിച്ച്. അവർ ഇയർ റെസ്പോൺസ് ഈസ് ലോഗരിതമിക്. ഇയർ റെസ്പോൺസ് ലോഗരിതമിക് എന്ന് പറഞ്ഞാൽ ഇൻറ്റൻസിറ്റി 100 ഇരട്ടി ആയാൽ ഏതെങ്കിലും ഒരു സൗണ്ടിൻ്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു 100 ഇരട്ടി ആയാൽ നമുക്ക് ഫീൽ ചെയ്യുന്നത്, മനുഷ്യന് ഫീൽ ചെയ്യുന്നത് 100ൻ്റെ നാച്ചുറൽ ലോഗരിതം, കോമൺ ലോഗരിതമാണ്. ഐ മീൻ വാട്ട് ഈസ് ദ കോമൺ ലോഗരിതം ഓഫ് 100? വെറും 2. ലോഗരിതം ഓഫ് 100 2 ആണ്. ദാറ്റ് മീൻസ് ഇഫ് ദ ഇൻറ്റൻസിറ്റി ഈസ് ഇൻക്രീസ്ഡ് 100 times, 100 ഇരട്ടിയായി. നമുക്ക് കിട്ടിയത് ഡബ്ലിങ് ഇഫക്റ്റാണ്. മനുഷ്യൻ പൊട്ടനാണ്. നമുക്ക് 2 ഇരട്ടി മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. 100 ഇരട്ടി ഇൻറ്റൻസിറ്റി കൂടി, 1000 ഇരട്ടി കൂടി. അപ്പോൾ എതിരിട്ടോ log 1000 to the base 10, it is only 3. log 1000 to the base 10 is only 3. ദാറ്റ് മീൻസ് 3 ഇരട്ടിയായ ഫീലിംഗ് ഈ പൊട്ടനായിട്ടുള്ള മനുഷ്യർക്ക് ഫീൽ ചെയ്യുള്ളൂ. ഇൻറ്റൻസിറ്റി വോളിയം കൂടി, അതിൻ്റെ കറൻറ്റ് 1000 ഇരട്ടിയായി, വോൾട്ടേജ് 1000 ഇരട്ടിയായി. ബട്ട് നോ ഹോപ്പ്. We feel that it is increased only up to 3 times. That is the logarithm. Or in short, our ears are logarithmic. Our ear response is logarithmic. മനുഷ്യന് കേട്ടോ, മറ്റ് ജീവികൾക്ക് ഇത്തിരി വ്യത്യാസമൊക്കെ ഉണ്ടാവും. എങ്കിലും മനുഷ്യൻ ജന്മന പൊട്ടനാണ്. 100 ഇരട്ടി 1000 ഇരട്ടി വോളിയം കൂടിയാലും നമുക്ക് 3 ഇരട്ടി കൂടുന്നത് പോലെ മാത്രമേ ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ആശയം നമ്മൾ മാത്തമാറ്റിക്സിലൂടെ ആംപ്ലിഫയറിൻ്റെ കൺസ്ട്രക്ഷനിൽ നമ്മൾ കൃത്യമായിട്ട് ഡിസൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇൻസ്റ്റെഡ് ഓഫ് ഫൈൻഡിങ് ഔട്ട് ദ ഗെയിൻ, ഓവറോൾ ഗെയിൻ, വി യൂസ് ദ ഡെസിബൽ ഗെയിൻ. ആ ഡെസിബൽ ഗെയിൻ കൃത്യം മാത്തമാറ്റിക്സ് വന്നു. ഇതുപോലെ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അങ്ങനെ ഡെസിബൽ ഗെയിൻ കൂടിയാൽ 1/√2 ആയിട്ട് കുറയുമ്പോൾ എന്തുണ്ടാവും നോക്കിയാൽ. മാക്സിമത്തിൻ്റെ 1/√2 ആയിട്ട് കുറഞ്ഞാൽ ഇവിടെ ഗെയിനിൽ എത്ര ഡിക്രീസ് വരും? ഇതിപ്പോൾ ഒരു 100 ആണെന്ന് വിചാരിക്കും. അത് 100 ആണെങ്കിൽ, ഗെയിൻ 100 ആണെങ്കിൽ ഇവിടെ വരുന്നത് 20 log to the base 100 to the base 10 100. അത് ഇവിടെ വരുമ്പോൾ 70. അപ്പോൾ 20 log 70.7 by to the base 10, or this is 20 log 100 by
70.7. 100/70.7 എന്ന് പറഞ്ഞാൽ 1.414 ആണ്, √2 ആണ്. ഓർ 20 ഇൻറ്റു log 1.414 ടു ദ ബേസ് 10. ആ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എത്ര ഉണ്ടാവും? ഇതിൽ വരുമ്പോൾ 3 കിട്ടും അല്ലേ? 0.414. ഇത് 3 dB കിട്ടി. ഈ ഡിക്രീസ്, ഇത് രണ്ടും തമ്മിലുള്ള ഡിക്രീസ് 3 dB ആയി. അപ്പോൾ ഇവിടെ നിന്ന് മാക്സിമത്തിൽ നിന്ന് താഴേക്ക് പോയാൽ, അതായത് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ that value will be reduced by 3, only 3 dB, or these frequencies are called 3 dB frequencies. Values complete 3 dB frequencies എന്ന് പറഞ്ഞ് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. അപ്പോൾ ഗെയിനിലുള്ള ഈ ഡിക്രീസ് കൊണ്ട് ഇത് 1/√2 ആയിട്ട് കുറഞ്ഞു. പക്ഷെ നമുക്ക് 50 മാറി 47 ആയുള്ളൂ, അല്ലെങ്കിൽ 20 മാറി 17 ആയുള്ളൂ. There is only a decrease of 3 dB. അതേപോലെ തന്നെ അപ്പുറത്തേക്ക് എടുക്കാം. അപ്പുറത്തും 3 dB വ്യത്യാസമുള്ളൂ. അപ്പോൾ മാക്സിമത്തിൽ നിന്ന് എവിടെ കുറഞ്ഞാലും ഫോർ ദ ലോവർ കട്ട് ഓഫ് ആൻഡ് അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസീസ് the decrease in gain will be only 3 dB. Therefore, they are called 3 dB frequencies. 3 dB frequencies. ഡെസിബൽ ഗെയിനിൽ 3ൻ്റെ കുറവ് മാത്രമേ അവിടെ സംഭവിക്കുള്ളൂ. അതേപോലെ തന്നെ നമ്മൾ പവർ നോക്കിയേ, അതിനനുസരിച്ച് വോൾട്ടേജിൽ എന്ത് വ്യത്യാസം വരും നോക്കാം. വോൾട്ടേജിൽ വ്യത്യാസം വരിക എന്ന് പറഞ്ഞാൽ പവർ ഗെയിനിൽ ഇതായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ 1/√2 V² വരിക. അപ്പോൾ ഇതിലുള്ള ഗെയിനിലുള്ള ഡിക്രീസ് അതിനെ സ്ക്വയർ ചെയ്ത് വന്നു കഴിഞ്ഞാൽ 2 times ആയിട്ട് മാറി. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യമുള്ള പവറിൻ്റെ പകുതിയായിട്ട് കുറഞ്ഞു, മാക്സിമം പവറിൻ്റെ പകുതിയായിട്ട് ഇവിടെ കുറഞ്ഞു. ഓർ ദീസ് 2 frequencies ആർ ഓൾസോ കോൾഡ് ഹാഫ് പവർ ഫ്രീക്വൻസീസ്. ഹാഫ് പവർ ഫ്രീക്വൻസീസ്. അപ്പോൾ the lower cutoff frequency and upper cutoff frequencies are also called 3 dB frequencies or low half power frequencies, because at these 2 frequencies the power will be reduced to half of the maximum power. അപ്പോൾ ഗെയിൻ എന്നുള്ളൊരു വാക്കിൽ നിന്ന്, ഡെസിബൽ ഗെയിൻ എന്നുള്ള വാക്കിൽ നമുക്ക് ഒരുപാട് ആശയങ്ങൾ കൊണ്ടുവരാൻ പറ്റും. ഇതാണ് ഒരു ട്രാൻസിസ്റ്ററിൽ നമ്മൾ പ്രത്യേകം നോട്ട് ചെയ്യുന്ന കേസ്. ഡെസിബൽ ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ് ഗെയിൻ, ഈ വക ഡീറ്റെയിൽസെല്ലാം. ഇൻ അഡീഷൻ ടു ദിസ്, ഞാൻ നേരത്തെ ഗെയിൻ്റെ വാല്യൂ, ദ തിയററ്റിക്കൽ വാല്യൂ ഈസ് ദിസ് എന്ന് പറഞ്ഞ് ഞാൻ അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടായി. തിയററ്റിക്കൽ വാല്യൂ ഇതാണെന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി അതാരണോ അല്ല എന്നുള്ളതിന് നമുക്കൊരു ചെറിയൊരു ധ്വനി വന്നു അല്ലേ. പ്രാക്ടിക്കൽ വാല്യൂ ഇതിനേക്കാളും കുറവായിരിക്കും. അതിന് കാരണം ഒന്നാമത്തെ ഇതിൽ വരുന്ന ഗെയിൻ അതങ്ങോട്ട് കൊടുത്താൽ ആ ഔട്ട്പുട്ടിൽ ഇത് നേരെ രണ്ടാമത്തെ ട്രാൻസിസ്റ്ററിൻ്റെ ഇൻപുട്ടിലേക്കാണ് കൊടുക്കുന്നത്. അങ്ങനെ ഇൻപുട്ടിലേക്ക് കൊടുക്കുന്ന സമയത്ത് അതിൻ്റെ ഇൻപുട്ട് റെസിസ്റ്റൻസ് എത്രയാണോ ആ ഇൻപുട്ട് റെസിസ്റ്റൻസും ഇതിൻ്റെ ഔട്ട്പുട്ടും തമ്മിൽ പാരലൽ കോമ്പിനേഷൻ ആയിരിക്കും. ഇഫക്റ്റീവ് കളക്ടർ ലോഡ് എന്ന് പറഞ്ഞൊരു ടേം പഠിപ്പിച്ചിട്ടുണ്ട്. RC × RL/RC + RL എന്ന് പറഞ്ഞപ്പോൾ ഒരു കണ്ടീഷൻ കൂടി നമ്മൾ പറഞ്ഞിരുന്നു. RC × Rin/RC + Rin. What does it mean? If the output is connected to the second stage instead of the load, its input resistance will be coming into action. That will be in parallel combination. അങ്ങനെ പാരലൽ കോമ്പിനേഷൻ വന്നാൽ ഇതിൻ്റെ വാല്യൂ എത്രയാണോ അതിനനുസരിച്ച് വ്യത്യാസം വരില്ലേ. പാരലായിട്ട് വരുമ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് പാരലൽ കോമ്പിനേഷന് ദ ഇഫക്റ്റീവ് വാല്യൂ വിൽ ബി ലെസ് ദാൻ ദ സ്മോളസ്റ്റ്. അപ്പോൾ ഏത് വാല്യൂ ആണോ അവിടെ വരുന്നത് അതിനേക്കാളും കുറയും. അങ്ങനെ കുറയുന്ന ഒരു സിറ്റുവേഷൻ വന്നാൽ RACയുടെ വാല്യൂ കുറഞ്ഞാൽ വി കോൾ ഇറ്റ് ആസ് ദ ലോഡിംഗ് ഇഫക്റ്റ്. കൊമേഴ്സ്യൽ വാക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ലോഡിംഗ് ഇഫക്റ്റ്. ലോഡ് കൊടുക്കുമ്പോൾ എന്ത് വ്യത്യാസം വരും? ഐഡിയൽ കേസിലൊക്കെ ഒരു വാല്യൂ ഉണ്ടാവും. പക്ഷെ നമ്മൾ നേരെ
ഒരു ലോഡിലേക്ക്, ഒരു മോട്ടറിലേക്ക് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഫാനുമേലേക്ക് കണക്ട് ചെയ്തു, അല്ലെങ്കിൽ വേറൊരു സ്പീക്കറിലേക്ക് കണക്ട് ചെയ്തു. എന്ത് കണക്ഷനാണ് വരുന്നത്, ആ കണക്ഷൻ്റെ ആ വസ്തുവിൻ്റെ ലോഡിനനുസരിച്ച് അതിൻ്റെ റിഫ്ലക്ഷൻ ഇവിടെ ഉണ്ടാവും. തിയററ്റിക്കൽ വാല്യൂ മൈലേജ് നമ്മൾ പറയാം 60 km/h, നമ്മൾ റോട്ടിൽ കൂടെ പോയി 60 കിട്ടുമോ? പ്രാക്ടിക്കൽ കേസിൽ ആ തിയററ്റിക്കൽ വാല്യൂവിനേക്കാളും കുറവായിരിക്കും. ബിക്കോസ് വി ആർ കമ്മിങ് ടു ദ റിയാലിറ്റി. നമ്മൾ റിയൽ സിറ്റുവേഷനിലേക്ക് വരുന്നു. ഹിയർ യു ക്യാൻ കോൾ ഇറ്റ് ആസ് ദ ലോഡിംഗ് ഇഫക്റ്റ്. ദ ഇൻപുട്ട് റെസിസ്റ്റൻസ് ഓഫ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഓഫ് ദ പ്രൊസീഡിംഗ് സ്റ്റേജ് വിൽ ബി കമ്മിങ് ഇൻ ടു ആക്ഷൻ. Therefore, due to this input resistance, the gain of the first will be reduced. G equal to G1 into G2 എന്ന് പറയുന്ന ഈ സിറ്റുവേഷൻ അല്ല നമുക്ക് കിട്ടുന്നത്. പകരം ദിസ് വാല്യൂ വിൽ ബി G1 dash, it will be less than G1 because due to the presence of the second stage, due to the presence of the input impedance of the second stage, the gain of the first stage will be reduced. We call it as the loading effect. അപ്പോൾ G1 into G2 60 into 60 എന്ന് പറഞ്ഞതിന് പകരം ഈ 60 ചിലപ്പോൾ 40 ആയിട്ട് കുറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ 60 into 40 അപ്പോൾ എത്ര കിട്ടും? 3600 പകരം അത് 40 into 60 ആയിട്ട് കുറഞ്ഞാൽ 2400 കുറഞ്ഞില്ലേ? അപ്പോൾ തിയററ്റിക്കൽ വാല്യൂ നമ്മൾ എത്ര എടുത്താലും അതിനേക്കാളും കൺസിഡറബിളി കുറവുള്ളൊരു വാല്യൂ, ദ പ്രാക്ടിക്കൽ ഓർ വാട്ട് ഈസ് ദ വാല്യൂ വി ഗെറ്റ്, ദാറ്റ് വാല്യൂ വിൽ ബി ഓൾവേസ് ലെസ് ദാൻ ദ പ്രോഡക്റ്റ്, ലെസ് ദാൻ ദ തിയററ്റിക്കൽ വാല്യൂ. ഇതാണ് നമുക്ക് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു പ്രത്യേക പോയിൻ്റ്. ഇത്രയും ഡീറ്റെയിൽസ് നമുക്ക് ഒരു ട്രാൻസിസ്റ്ററിൻ്റെ മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ഗെയിനുകളായിട്ടോ അല്ലെങ്കിൽ ഫ്രീക്വൻസി റെസ്പോൺസൊക്കെ ആയിട്ട് നമുക്ക് കൃത്യമായിട്ട് ഡീല് ചെയ്ത് കൃത്യമായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാം. എന്തൊക്കെയാവും നമ്മൾ ടേംസ് നോക്കിയാൽ ഗെയിൻ, ഫ്രീക്വൻസി റെസ്പോൺസ്, ബെല്ലിലുള്ള ഗെയിൻ, ഡെസിബൽ ഗെയിൻ, അല്ലെങ്കിൽ ആ വിധത്തിൽ അതിനെ നമ്മൾ മോഡിഫൈ ചെയ്യുന്നു. അതിൻ്റെ യൂസ് എന്താണെന്ന് പറഞ്ഞു, അതിനെ ബേസ് ചെയ്തുള്ള ഫ്രീക്വൻസി റെസ്പോൺസ്, റെസണൻറ്റ് ഫ്രീക്വൻസി, ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി, അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി, ദെയർ നെയിംസ് 3 dB ഫ്രീക്വൻസീസ് ഓർ ഹാഫ് പവർ ഫ്രീക്വൻസീസ്. ഈ പേരുകളെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കിട്ടിയാൽ ഒരു ആംപ്ലിഫയറിന് നമുക്ക് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിലേക്ക് നമുക്ക് ട്രാൻസ്ഫോം ചെയ്യാം. അങ്ങനെ ട്രാൻസ്ഫോം ചെയ്ത് കഴിഞ്ഞാൽ അതിൽ വരുന്ന സിറ്റുവേഷൻസ് എന്താണ്? ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, മൾട്ടി സ്റ്റേജ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ട്രാൻസിസ്റ്ററിൻ്റെ അനുസാരികളെല്ലാം ചേർക്കുന്നത് പോലെ തന്നെ അടുത്തേക്കും കൊടുക്കുന്നു, നെക്സ്റ്റിലേക്ക് കൊടുക്കുന്നു, ഇങ്ങനെ നമ്മൾ കൊടുത്തു പോകും. അതെങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതിനനുസരിച്ചാണ് മൾട്ടി സ്റ്റേജ് ആംപ്ലിഫയറിൻ്റെ ക്ലാസിഫിക്കേഷൻസ് വരുന്നത്. നമുക്ക് ആ ക്ലാസിഫിക്കേഷനിലേക്ക് നെക്സ്റ്റ് ഒന്ന് കിടക്കാം. ഓക്കെ.